അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറ് എന്ന് പറഞ്ഞാൽ പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് സൂര്യനും ശനിയും ആഴ്ചയുടെ അവസാനം ചൊവ്വയും ലഗ്നത്തിൽ വരുന്നു. 2-ൽ ശുക്രനും 4-ൽ വ്യാഴവും ഒക്കെയാണ്. ജീവിതത്തിൽ ചില നിർണായകമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും, അഥവാ അത് വന്നു ചേരും. അത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അത് വേണ്ട വിധം നമ്മുടെ ബോസ് അഥവാ ഹയറപ്സിന് അത് കാണിച്ചു അത് അതിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ചുമതല അവർക്ക് ഉണ്ടാകും. വേണ്ടത്ര ശ്രമം ചെയ്താൽ അതിൽ വിജയിക്കാൻ സാധിക്കും. എന്നാലും ലഗ്നത്തിലെ ശനിയുടെ പ്രഭാവം കൊണ്ട് ചില കുറവുകൾ അഥവാ വളരെ കൂടുതലായിട്ടുള്ള എക്സേർഷൻ അതിൽ അവർ എടുക്കേണ്ടതായിട്ട് വരും. ധനപരമായിട്ട് അനുകൂലമാണ്. ശുക്രൻ 2-ലാണ്. അതുകൊണ്ട് ധനം വന്നു ചേരും. എങ്കിലും വളരെയേറെ ശ്രമം അതിന് വേണ്ടിയിട്ട് നടത്തേണ്ടതായിട്ട് വരും. ബിസിനസ്സിലും മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് ധനം വരാനുള്ള മാർഗമുണ്ടെങ്കിലും അത് വന്ന് ചേരുന്ന നമ്മുടെ കയ്യിൽ വന്ന് ചേരുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ്. ആരോഗ്യ സംബന്ധമായിട്ട് കുറച്ച് ക്ഷീണവും ഒക്കെ അവർക്ക് കൂടുതലുണ്ടാവും. കൂടുതൽ ഉത്തരവാദിത്തത്തോടു കൂടി വളരെ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് ശാരീരിക ക്ഷീണവും അതുകൊണ്ട് തന്നെ കുറച്ച് മാനസിക പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെ ഒരു അനുകൂല അവസ്ഥ, ഒരു സൗഹൃദാവസ്ഥ കുറച്ചൊന്ന് കുറയുന്ന സമയമാണ്. ആ ഒരു പിന്തുണ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ ആവശ്യവുമാണ്. അതിനു വേണ്ടിയിട്ട് സ്വയം പരിശ്രമിക്കണം. വേണ്ടത്ര ഭംഗിയായിട്ട് എല്ലാ കുടുംബാംഗങ്ങളോടും ഒക്കെ വേണ്ട രീതിയിൽ വർത്തമാനം പറയുകയും തനിക്ക് അനുകൂലമാക്കി എടുക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത കുറച്ച് കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇവർക്ക് ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും എള്ള് കൊണ്ടുള്ള നീരാജനം നടത്തുന്നതും അതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ഹനുമാനെ ഭജിക്കുന്നതും ഹനുമാൻ ചാലീസ മുതലായിട്ടുള്ള കീർത്തനങ്ങൾ ജപം ചെയ്യുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യും.